ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 350 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 സെന്റിൽ 1740 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 13 കിലോമീറ്ററും മാത്രമേ ദൂരം വരുന്നുള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റും നമുക്ക് കാണാം. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി ചെല്ലുന്നത് ഒരു കവേഡ് ആയിട്ടുള്ള വലിപ്പമുള്ളൊരു കാർ പോർച്ച് തന്നെയാണ്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. കടപ്പ കല്ലാണ് മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഫ്രണ്ട് ഡോറും ജനലും നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണെങ്കിൽ മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ലിവിംഗ് ഹാൾ നിർമ്മാണം. ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ളൊരു TV യൂണിറ്റ് കാണാം. കൂടാതെ 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെയായി ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമായ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം 2ഓളം ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 1740 സ്ക്വയർ 60 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ലഭിക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്ക് പോയി നോക്കാം. മനോഹരം ഒരു ഡാർക്ക് ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫുള്ളായി നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയായി കിഴക്ക് ഭാഗത്തേക്കാണ് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. കൂടാതെ അവിടെയായി ഒരു ചിമ്മിനിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു സെക്കൻഡറി കിച്ചണായി ഉപയോഗിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഫുൾ കവേഡൊക്കെ ആയി മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി പോളികാർബൺ ഷീറ്റെല്ലാം ഉപയോഗിച്ച് കവേഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് വരിക. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ ടോപ്പോട് കൂടി ഇരുന്ന വാഷ് കൗണ്ടർ കാണാം. ഈ കാണുന്ന ഭിത്തിയിലെല്ലാം ടെക്സ്ചർ വർക്ക്, സിമെൻറ്റ് ടെക്സ്ചർ വർക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിനായി സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചപ്പോൾ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്കാണ് പോകാനുള്ളത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ പറകോളയെല്ലാം കൊടുത്തിട്ടുണ്ട്.
കൂടാതെ ഒരു ഹോളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയായി 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ കാണുന്ന ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതിന്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. 3ാമത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലായാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 14-11 അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളിലേക്കും നമുക്കൊന്ന് പോകാം. ബാൽക്കണിയിൽ മുകളിലായി ഗ്ലാസ് വർക്ക് കൂടി ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യാനുണ്ട്. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു 350 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 സെന്റിൽ 1760 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 60 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.